ഹായ് ഫ്രണ്ട്സ്, ലേക്ക് മാം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടി ഒരു നാടൻ വലവീശലാണ്. നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് ശങ്കർ, പുള്ളിയുടെ വലയുണ്ട്. അപ്പോൾ ആ വല കൊണ്ട് നമ്മൾ പാടത്ത് വല വീശാൻ പോവുകയാണ്. ഇതാണ് ആളുടെ വീട്, പേര് ശങ്കർ എന്നാണ്. അവർ പാടത്ത് വെള്ളം കയറ്റിയിട്ടേക്കുന്നുണ്ട്. പാടത്ത് ഒരുപാട് കൊഞ്ചുണ്ട്. ആ കൊഞ്ചിനെയൊക്കെ വല വീശി പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പിടിച്ച കൊഞ്ചാണ് ഈ കാണുന്നത്. നല്ല ഫ്രഷ് കൊഞ്ചാണ്. എല്ലാം നല്ല വലിയ കൊഞ്ചാണുള്ളത്. അങ്ങനെ വീശാൻ പോകുന്ന വീഡിയോ എടുക്കാൻ വരും എന്ന് പറഞ്ഞതനുസരിച്ച് ശങ്കർജി വലയൊക്കെ കെട്ടി ഉണക്കാൻ തൂക്കിയിട്ടിരുന്നിടത്തുനിന്ന് അഴിച്ചെടുക്കുകയാണ്. നമ്മൾ പറ്റുവലായിട്ട് ഒന്ന് നോക്കാം. വയമ്പ് കിട്ടുമോ നോക്കാം അല്ലേ? നമ്മുടെ പാടത്ത് ഇവിടെ തെങ്ങി ആമ്പ കിടക്കുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ വയമ്പ് കിട്ടുന്നുണ്ട്. അതാണെങ്കിൽ നമ്മുടെ ഈ വള്ളത്തിൽ ഇവിടെ ചേട്ടൂഴി ഉണ്ട്. ചേട്ടൂഴി ഇപ്പോൾ വീശി വയമ്പ് കിട്ടും. കണ്ടത്തിനകത്തോ? ഇപ്പോഴാണ് പോയി കിട്ടും അല്ലേ? ഇപ്പോഴാണ് അവിടെ നോക്കാം. അതറിയണം. അതറിയത് ഒരാൾക്ക് അണ്ട് കൂടാണോ? ഈ സൈഡിൽ കാണുന്നത് തോടായിരുന്നു പണ്ട്. തോടിന്ന് നികന്നു പോയിരിക്കുകയാണ്. വെള്ളമൊന്നുമില്ല, ഒഴുക്കൊക്കെ നിലച്ച്. അങ്ങനെ ആ തോട് ചത്ത് പോയി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് തോട്ടിലൊക്കെ വെള്ളം കൂടുന്നതനുസരിച്ച് ഇങ്ങോട്ട് ചെറിയ രീതിയിൽ വെള്ളം കയറി വരാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ മീനും കരിമീനൊക്കെ കയറി ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. കരിമീൻ, വരാൽ അങ്ങനെയുള്ള മീനൊക്കെ ഇവിടെ നിൽക്കാറുണ്ട്. അങ്ങനെയൊക്കെ കൂട് വെച്ച് നമ്മൾ പിടിച്ചിട്ടുണ്ട് അവിടുന്ന്. നമ്മൾ കണ്ടത്തിൽ തന്നെയാണെന്ന് വീശി നോക്കുന്നത്. ഇവിടെ കുറച്ച് തെളിഞ്ഞിടക്കുന്ന സ്ഥലത്ത് പറ്റുവാണോ ഇപ്പൊ നടത്താൻ തുടങ്ങും. പാത്രം എടുത്തില്ലല്ലോ? പാത്രം എടുത്തില്ല. അടിപൊളിയായിരിക്കും അല്ലേ? വറുത്താലും ഇത് കുറവാ അല്ലേ? കുറവാ. അതിപ്പം ഇപ്പൊ ഈ പാടത്ത് ഇങ്ങനെ തെങ്ങി കിടക്കുന്നുണ്ട്. നമ്മൾ വീശ കിട്ടുവാണ്. അത് തിരിച്ചു വരുമ്പോൾ വീശ. ഇനി നമുക്ക് അപ്പുറം തരാം. അപ്പോൾ ഇവിടെ നമ്മൾ വീശിയിട്ട് കുറച്ച് വയമ്പേ കിട്ടിയിട്ടുള്ളൂ. 1-2 സ്ഥലം കൂടെ ഉണ്ട്. അവിടെ വീശിയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒന്നുകൂടി വീശാം. ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അക്കട പോയി.
സാഹസികല്ലേ? പാമ്പ് കാണും. വീശു എല്ലാം വീശു. ഞാനൊക്കെ വീശി കഴിഞ്ഞാൽ കറക്റ്റ് കേരളം പോലെ നടക്കും വല. ഈ സാധനം നിന്നുകൊണ്ട് ചിലപ്പം ഇറങ്ങിപ്പോയായിരിക്കും അല്ലെ? പൊങ്ങി കിടക്കുന്നുണ്ടല്ലേ? വറുത്താൽ കൈയെടുക്കാതെ കഴിക്കാൻ പറ്റുന്ന സാധനം. അപ്പം എനിക്ക് കുറച്ച് തരണം സാധനം. വറുത്ത് കാണിക്കണം, വറുത്ത് കഴിച്ച് കാണിക്കണം. വറുത്ത് കൈ അല്ല, വീഡിയോ അല്ല, വറുത്ത് അങ്ങോട്ട് പോകുമ്പം പറഞ്ഞാൽ മതി. അങ്ങനെ വലിയ അടുത്ത വിഷയം തകർത്തു. ഇതിനകത്ത് മയമ്പ് കുറച്ച് കൂടുതൽ പിടിക്കാൻ പറ്റുമോ? കുട്ടനാടൻ മയമ്പല്ലേ? ഓളം ഇറങ്ങിയില്ലേ? നമുക്കൊരു പണിയാണ് അത്, നമുക്കൊരു പണിയായി. ശരിയായില്ലല്ലേ? നമ്മുടെ ഈ സാധനം ഇറങ്ങി. സാഹസികം എന്ന് പറഞ്ഞാൽ സാഹസികമായിട്ട് നമ്മൾ പോകുന്നത്. ഓലമടൽ കിടപ്പുണ്ട്, അതിൽ വീഴാതെ വേണം വീഴാൻ. അതിൽ നമ്മളിങ്ങനെ അത്യാവശ്യം അയ്യോ താണ്ട പോവാണല്ലോ. ഇവിടെ വെച്ച് തന്നെ ഇവിടെയാണ് പാത്രം വേണം. കളയണ്ട, ഒരെണ്ണം കളയണ്ട. ഇപ്പൊ കളഞ്ഞാലേ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്ര നേരം കണ്ടത്തില്ല വീശിയത്. ഇപ്പം നമ്മൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ, നമ്മൾ ആറ്റിലൊന്ന് വീശി നോക്കണം. ഉറപ്പില്ല മീൻ കിട്ടുമെന്ന്. എന്നാലും ഒന്ന് ട്രൈ ചെയ്യുവാണേ. വീശിക്കണം. നമ്മുടെ തോട്ടിൽ കടവിലൊക്കെ ഇഷ്ടം പോലെ ഈ വയമ്പ് വന്നിക്കൊണ്ട്.
ഒരു സാധനമില്ല. രാത്രി നമുക്ക് വേറൊരു സ്പോട്ടുണ്ട്, അത് കണ്ടത്തിൽ തന്നെയാണ്, ചെറിയ ചാലാന്ന് തോന്നുന്നു. അപ്പോൾ അതും അവിടെയും കൂടെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഈ പൂവശലൊക്കെ ഇരിപ്പുണ്ടായിരിക്കും അല്ലേ? നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളങ്ങോട്ട് പോകണ്ട. ഇവിടെ ഈ പൂവരശല ഈ സ്ഥലത്തൊക്കെ ഇച്ചിരി ഡേഞ്ചർ സ്ഥലമാണ് ഇത്. പാമ്പ്, ചേര ഇങ്ങനെയുള്ള സാധനങ്ങൾ വഴിയിലും ഈ മരങ്ങളിലെല്ലാം തൂങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ എങ്ങും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ലൊക്കേഷൻ. ഇവിടെയൊക്കെ വീശാത്ത സ്ഥലങ്ങളാണ്. ട്രൈ ചെയ്ത് നോക്കാം. വരമ്പിന്റെ ചാകരയാണ്. ചാകരയാണ് കേട്ടോ, ചാകര. ഇതാണ് ചാകര. ഇത് നമ്മൾ നേരത്തെ കിട്ടിയ വലിയ വരമ്പാണ്. ഇത് ഇച്ചിരി വലിപ്പമുണ്ട്. ഇതിപ്പോൾ ഇത് മുഴുവൻ എനിക്ക് വേണ്ട, ഇതിപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നല്ലേ. പിന്നെ നമുക്ക് വറക്കാം, വൈകിട്ടത്തേക്ക് വറക്കാനുള്ള എടുക്കാം. ബാക്കി നീ സാമാനല്ല വേറെ ഒന്നും സാധുകൊണ്ട് രാവിലെ വന്ന് ശരിക്കും കൂടെ പിടിക്കും. മറ്റേ മോശം വന്നല്ലേ ഒഴിച്ചില്ലേ. താന്നില്ലണ മൂന്ന് മാട്ടം ഇരിക്കുന്നല്ലോ. ചെറിയ മഴ ചാറുന്നുണ്ട്. ഇനിയിപ്പോൾ വലിയ മഴയായാൽ നമുക്ക് ഓടി അങ്ങോട്ട് കയറാൻ പോലും ഒരു സ്ഥലമില്ല കേട്ടോ. ആ ഇപ്രാവശ്യം പല വെറൈറ്റി സാധനങ്ങളാണ്. ഉറുവാക്കുഞ്ഞ് ഇത് ആ പാട ഒരു 1.5 കിലോ ഒക്കെ വരുന്ന സാധനം. ഇത് വലുതായി. ഇതും അത് തന്നെ. ഇതും 1/2 കിലോ 1 കിലോ ഒക്കെ വരുന്ന സാധനം. ഇതിന്റെ വലുതൊക്കെ ഈ കണ്ടത്തിൽ കാണുമല്ലോ. ഇതിനൊക്കെ ഞങ്ങൾ വലയിട്ട് കിട്ടുന്നത്. പൂള പള്ളത്തി കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് വിട്ടേക്കണം. കുഞ്ഞുങ്ങളെ വിട്ടേക്ക്, ഇതിനെ വിട്ടേക്കണം. ആ, അതിനെയൊക്കെ വിട്ടേക്കാം. ഇതും വിട്ടേക്ക്. ചെറുതിനെയൊക്കെ നമ്മൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടേ. രണ്ടും എടുത്തു. മഴയാണേ ഫ്രണ്ട്സ് ഭയങ്കര ഒരു പാമ്പ് പോകുന്നുണ്ട്. ഇത് പാമ്പ് ആ മുങ്ങി. ഈ കരക്കോട്ട ഇവിടെ ഇറങ്ങുന്നതാണ്, ഇങ്ങോട്ട് പൊങ്ങും ചിലപ്പോൾ. ഇതിൻ്റെ അടി ഇവിടെ എവിടെയെങ്കിലും വന്ന് പൊങ്ങും സാധനം. വെള്ളം കണ്ടല്ലേ, ഇതിവിടെ അനങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഇറമ്പത്ത് ഇറങ്ങുന്നത് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സാധനം. ഇവിടെ കയറും ചിലപ്പോൾ, പാഞ്ഞിങ്ങോട്ട് വരും. ഇത് ഭയങ്കര പാമ്പാണ് കേട്ടോ. എന്താ പറയുക, ഇതാ പറഞ്ഞ ഈ സ്ഥലത്തൊന്നും വലിയ ആൾത്താമസമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അനക്കമില്ലാതൊക്കെ കിടക്കുന്നതുകൊണ്ട് പാമ്പാണ് ഈ സമയത്തിനെടുത്തിട്ട്. പിന്നെ എപ്പോഴും എടുക്കുന്നു ഇതോടൊക്കെ ലൈവായിട്ട് ഒത്തിരിയായിട്ട് പോകല്ലേ. പത്തിയുണ്ടോ? കിട്ടിയോ? ഞാൻ പേടിച്ചു സത്യമായിട്ട്. എൻ്റെ പിന്നെ നല്ല നീളം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സാധനമാണ്. ഈ താഴെയൊക്കെ നോക്കി കിടക്കാം ഇനി കേട്ടോ. ഞാനങ്ങോട്ട് പറഞ്ഞല്ലോ, പേടിയായിട്ടല്ല. അനങ്ങുന്നേ. ഇനിയിപ്പോൾ നമ്മളത് കണ്ടോണ്ട് അല്ലേ, എന്ത് ശബ്ദം കേട്ടാൽ ഇനി പേടിച്ചിരിക്കുന്നു. എങ്ങനെ കയറി ഇരിപ്പുണ്ടായിരിക്കും ചിലപ്പോൾ. കട വീശിയിട്ട് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വയമ്പാണുള്ളത്. അപ്പോൾ നമ്മൾ പാമ്പിനെയൊക്കെ കണ്ട് പേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുമായിരുന്നു. കിട്ടിയ മീനുമായിട്ട് നമ്മൾ അല്ലേ ജീവനും കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ പോകുന്ന വഴി നമ്മൾ ഇവിടെ നേരത്തെ ഒന്ന് വീശിയാണ്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നമുക്ക് വീശാം. ഇതിലെന്തായാലും മീൻ കാണുമല്ലോ, ലാസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ടേ. വെറുതെ ആയില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഫിനിഷ്. വലയൊക്കെ കഴിയാണ്. അതിനെ കൊണ്ട് തൂക്കാം. അപ്പം നമുക്ക് ഈ കിട്ടിയ വയമ്പ് വറുത്ത് കുറച്ചെടുത്ത് വറക്കണം, കുറച്ച് തേങ്ങാപ്പീരയിൽ പറ്റിക്കാം. ഇത് പിടിക്കാനായിട്ട് കഷ്ടപ്പെട്ട ശങ്കർജിക്ക് കുറച്ച് കൊടുക്കണം.
അങ്ങനെ നമ്മൾ ഇന്ന് വീശി പിടിച്ച നമ്മുടെ ശങ്കർ ജി ഇന്ന് വീശി പിടിച്ച വയമ്പ് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കഴിച്ച് നോക്കണം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ. എന്നാൽ ആ വറുത്ത വയമ്പിൻ്റെ അത്ര ടേസ്റ്റ് ഈ കറിക്കില്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു കറി തന്നെയാണ്. പിന്നെ ചോറിൻ്റെ കൂടെ അച്ചാറുണ്ട്, പിന്നെ നമ്മൾ പിടിച്ച മീൻ കറി മാത്രമാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.